നമ്മളെ പഴയ കുറ്റിയല്ലേ ഇതാ. എന്താടേ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. രണ്ടു കച്ചവടം കൂടി ഇപ്പോൾ കാശ് കുറച്ച് ഉണ്ടാക്കണ്ടല്ലോ. ഓ എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് മുതലാളുടെ വണ്ടിയാ. ഞാൻ അറിഞ്ഞു. താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആ പിന്നെ നീ എന്താന്ന് വരാഞ്ഞേ? ഇപ്പൊ എന്റെ ഈ കാശുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ വേണി മാറി തരട്ടോ. ഞാൻ നമ്മളെ നാരായണന്റെ ചാരാ ഷോപ്പ് പോയി കുടിക്കോളാം. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി എങ്ങനെ? ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂട്ടണ്ട. പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു. എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട, ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസവും മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം. ഇപ്പൊ അത് വേണ്ട. 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ടിക്കറ്റ് വിറ്റുണ്ടാക്കുന്നുണ്ട്. ഇനി ശരീരം വിറ്റാല് ഞാൻ എന്നെ വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാമോ? ഒരെണ്ണം. കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ, ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ. കീറട്ടെ. ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. ശ്രീധരേട്ട പോണ്ടേ? ഏത് പന്നിയത്? കണ്ണും മൂക്കിലാണ്ടാ വണ്ടി ഓടിക്കണേ? കണ്ണും മൂക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരുവോ? കുഞ്ഞാലിക്ക, എന്റെ വണ്ടി എങ്ങനെയുണ്ട്? പണിയില്ലാണ്ടവൻ പറഞ്ഞു. പണി തരാം. ഡ്രൈവർക്കും കിളിക്കും. എന്റെ വാപ്പ കൊണ്ടുപോയി പണി. ആ നിങ്ങളാണ് ഇതൊക്കെ വളർന്നു വെച്ചു കൊടുക്കുന്നത്. പോട്ടെ പോട്ടാ. ഈ പാവങ്ങളെയൊക്കെ മറന്നോ? മറന്നതാരാണെന്ന് ആലോചിച്ചാ മതി. ഞാൻ എന്നും നോക്കും. എവിടെയായിരുന്നു? ഞാനൊരു വണ്ടി വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു. വണ്ടി വാങ്ങി? എന്ത്? ഇതാ കിടക്കണ കണ്ടില്ലേ? അവൻ കൊള്ളാവോ? ഓ, നമ്മളെയൊക്കെ ഇനി ആരും മൈൻഡ് ചെയ്യാനാ? വലിയ മുതലാളിയല്ലേ. ദാ ഇതും കൂടെ മതി. ഇതാരാ പുതുമുഖം? അമ്മായിയുടെ മോളാ. ചേച്ചി, വലിയ ലോറി മുതലാളിയത്. വാരല്ലേ വാരല്ലേ. ദേ ഇതും കൂടെ നിറച്ച് അടുക്കളയിലേക്ക് വെച്ചേ. ചേച്ചി ഒരു ചരക്ക് തന്നെയാ. എന്ത് വർത്താനോ ഇത്? രവിയേട്ടനും ശ്രീധരേട്ടനും കൂട്ടായിരുന്നു. ഇപ്പൊ അവര് തമ്മിൽ തെറ്റിയെന്നാ പറഞ്ഞു കേട്ടത്. ഇത്തിരി വെളിച്ചം കൂടി എടുത്തു. അമ്മായി എന്തി? അമ്മായി അകത്തുണ്ട്, ഉറങ്ങാ. പേരെന്താ? സീത. നല്ല പേര്.
പേര് പോലെ തന്നെയാ ആളും. ശരിക്കടിക്കടാ. അല്ല, ആരാ ഇത്? ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ കണ്ട തനി മുതലാളി. ആ, വണ്ടിയിൽ നമുക്കൊരു പണി തരൂ. നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ട്. സുമതിയായിട്ടുള്ള പഞ്ചാരൊക്കെ അറിയുന്നുണ്ട്. ഒന്ന് പോരെ വേട്ടാ. വേണ്ടാത്ത പറഞ്ഞ എന്റെ പണികളല്ലേ. ഈ പാർട്ടി എങ്ങനെയുണ്ടാ? അയ്യോ പാവാ. പാവങ്ങളാടെ എളുപ്പം. അതേസമയം സുമതിയൊക്കെ ഉണ്ടല്ലോ, പഠിച്ച കള്ളികളാ, കള്ള കൊത്ത. കുറച്ചു നേരം ആയില്ലേ വർത്തമാനം കേൾക്കുന്നു. നീ വണ്ടി മേടിച്ചോ? മേടിച്ചു, അപ്പുറത്തുണ്ട്. അമ്മായിയെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നത്. ആ, വെറുതെ കാണിച്ചാ പോരാ, ചെലവ് ചെയ്യണം. മതി മതി, ഉള്ള എരിയും പുളിയും കളയല്ലേ. ഞാൻ കുടിക്കില്ല. മദ്യം, സിഗരറ്റ്, ബീഡി മുറുക്കാൻ ഈ ദുസ്വഭാവമൊന്നും എനിക്കില്ല. അതുകൊണ്ടെന്താ, എന്റെ കയ്യിൽ എപ്പോഴും കാശുമുണ്ട്. ഡ്രൈവർമാര് നേരെയാകാത്തത് ഈ സ്വഭാവം കൊണ്ടാ. കിട്ടുന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും. നീ നന്നാവും. ഡ്രൈവർ അല്ലല്ലോ, മുതലാളിയല്ലേ. വേണ്ട വേണ്ട, അത്രയും മതി. ഇങ്ങനെ വെളിവില്ലാതെ രാത്രി മുഴുവൻ കടന്നുറങ്ങും. കച്ചവടം നടക്കില്ല. ചെല്ല്, വേഗം ചെല്ല്, കടയിലേക്ക് ചെല്ല്. നീയും ശ്രീധരനുമായിട്ട് എന്താ തെറ്റിയേ? കണ്ണുകടി. എന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ തുടങ്ങി ഒരു രസക്കേട്. പിന്നെ അയക്ക് നാട്ടിലൊരു കീപ്പുണ്ട്. അവളെ എന്റെ തല കെട്ടി വെക്കാൻ നോക്കി. അതിന്റെ പേരില ഇളഞ്ഞത്. അയ്യോ, അങ്ങനെയുള്ള ഏടാകുടത്തിലൊന്നും ചെന്ന് ചാടല്ലേ എന്റെ രവി. ഇനി നിനക്ക് നല്ല ഒന്നാം തരം പെണ്ണ് കിട്ടുമില്ലയോ? നല്ല സ്ത്രീധനവും കിട്ടും. വേഗം ഒരു കല്യാണമൊക്കെ കഴിച്ചൊന്ന് കൂട്. എനിക്ക് ഈ കാശിനും പണത്തിനും അത്ര ആർത്തിയൊന്നുമില്ല അമ്മായി. പാവപ്പെട്ടതാണെങ്കിലും എനിക്ക് ചേർന്നൊരു പെണ്ണ്. എന്റെ മനസ്സില് ചില കണക്കൂട്ടലൊക്കെ ഉണ്ട്. എന്താ? അതൊക്കെ സമയമാകുമ്പോ ഞാൻ അമ്മയോട് പറയും. ഞാൻ ഈ പരിസരത്ത് തന്നെ കൂടാന്നാ വിചാരിക്കണേ. ശ്രീധരന്റെ മുമ്പില് എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം. അമ്മായി എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടേ, പറ. എന്റെ വണ്ടിയുടെ സാധനങ്ങൾ വിൽക്കാനും വല്ലപ്പോഴും വരുമ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനും അമ്മായി എനിക്കൊരു മുറി തരണം. അയ്യോ, ഇവിടെ ഒരു സൗകര്യവും ഇല്ലല്ലോ. ആ പണ്ടാരക്കെട്ടിനെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ ഒരു സൗകര്യവും ഇല്ലാണ്ടായി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ചക്കാത്തൊന്നും വേണ്ട. അതിന്റെ വാടക എത്രയാന്ന് വെച്ചാ ഞാൻ തരാം. ആ തെക്കേ മുറിയാ ഇവിടെ ആകെ ഒഴിവായി കിടന്ന്. അതിലാ ഇപ്പൊ ആ പെണ്ണ് കിടക്കണേ. അതൊക്കെ അമ്മായി വിചാരിച്ച നടക്കും. ഇവിടെ അല്ലാതെ പിന്നെ എവിടെ എനിക്കൊരു സൗകര്യം കിട്ടുക? ഇതങ്ങ് പിടിച്ചേ. അയ്യോ, കാശിന്റെ ഒന്നും അല്ല രവി. ഇതങ്ങ് പിടിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഇത്തിരി കാശ് വരുമ്പോ അത് മേടിക്കാതിരിക്കുക. ഓ, എവനെ കൊണ്ട് ഞാൻ തോറ്റു. പോടുന്നു.